Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അക്രഡിറ്റേഷൻ ആണ്. അതിൽ ലാസ്റ്റ് നമ്മൾ റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പേജ് നമ്പർ 98 അല്ലേ? സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് പറഞ്ഞു. എങ്ങനെയാണ് അക്രഡിറ്റേഷൻ അതോറിറ്റി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? റിമാർക്സ് കോളം വഴിയാണ് നമ്മൾ നോർമലി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടായാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടെലിഫോൺ വഴിയോ ഇമെയിൽ വഴിയോ ആണ് കമ്മ്യൂണിക്കേഷനിലേക്ക് വേണ്ടത്. നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ റിമാർക്സ് കോളം വഴിയാണ് ഹോസ്പിറ്റൽ കെയർ ഓർഗനൈസേഷൻ ആയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ റെക്കോർഡ് പിന്നീട് ഫ്യൂച്ചർ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. റിമാർക്സ് കോളം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആയാലും റെഫറൻസ് ആയിട്ടൊക്കെ നമുക്ക് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ദെൻ അസസ്മെന്റ് ആണ് നമ്മൾ പിന്നീട് പറഞ്ഞത്. അസസ്മെന്റ് എന്ന് പറയുന്നത് പ്രീ അസസ്മെന്റ് ഓപ്ഷണൽ ആണ് അല്ലെ. പോസ്റ്റ് അസസ്മെന്റ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രോ അസസ്മെന്റ് എന്നല്ല, പ്രീ അസസ്മെന്റ് തന്നെയാണ് പറയുന്നത്. പ്രീ അസസ്മെന്റിന് മുമ്പ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാന്നുള്ളത് അത് ഓപ്ഷണൽ ആണ്. ഇനി അത് വേണ്ട എന്നാണെങ്കിൽ നമ്മളത് റിട്ടേൺ ആയിട്ട് റിമാർക്സ് കോളത്തിൽ ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ ഫോമിനൊപ്പം സബ്മിറ്റ് ചെയ്താൽ മതി. അത് പ്രീ അസസ്മെന്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തേണ്ടതുണ്ട് എന്ന് നോട്ടിഫൈ ചെയ്ത് നമ്മളോട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസും കാര്യങ്ങളും എടുക്കണം. പ്രിൻസിപ്പൽ അസസർ അതിനുശേഷമായിരിക്കും നമ്മളത് നോൺ കൺഫോമിറ്റീസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അസസ്മെന്റ് കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഒരു ആനുവൽ ഫീ പറയും. ആ ഫീ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ അസസർ ആൻഡ് ടീം വരാം, നമ്മളെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും, അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ദെൻ നമ്മൾ പറഞ്ഞത് ഫൈനൽ അസസ്മെന്റ് ആണ് അല്ലെ. നമ്മൾ ഫൈനൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നോൺ കൺഫോമിറ്റീസ് കാര്യങ്ങൾ, പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മുടെ അസസ്മെന്റ് അതോറിറ്റി നമുക്ക് തരുന്ന അസസ്മെന്റിനെയാണ് ഫൈനൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഫൈനൽ അസസ്മെന്റ് മേബി നമുക്ക് പ്രീ അസസ്മെന്റിന് മുമ്പും കണ്ടക്ട് ചെയ്യാം. പ്രീ അസസ്മെന്റ് വേണ്ട, ഓപ്ഷണൽ ആണ്. നമുക്ക് പ്രീ അസസ്മെന്റ് ഇല്ലാതെ നേരെ ഫൈനൽ അസസ്മെന്റിലേക്ക് പോവാം. അതേപോലെ നമ്മൾ അസസർ ടോട്ടൽ നമ്പർ ഓഫ് അസസ്മെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ സൈസും സ്കോപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും അതിന്റെ സ്കോപ്പ് ഒക്കെ നോക്കിയിട്ടാണ് എത്ര നമ്പർ ഓഫ് അസസേഴ്സ് വേണം എന്നുള്ളത് അപ്പോയിന്റ് ചെയ്യുന്നത്. Date of final assessment shall be agreed upon the hospital management and assessor. ഇവർ രണ്ടുപേരും കൂടിയാണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റും അസസറും കൂടിയാണ് ഈ ഡേറ്റ് ഓഫ് ഫൈനൽ അസസ്മെന്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. അസസ്മെന്റ് എന്തിനാ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്രഡിറ്റേഷൻ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അസസ്മെന്റ് ടീം നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ്, മാനേജ്മെന്റ് സിസ്റ്റം എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യും. എല്ലാ ലാബ് സ്റ്റാൻഡേർഡ്, അവർ പറഞ്ഞിട്ടുള്ള എല്ലാ ലാബ് സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതേപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി പോളിസി സിസ്റ്റം, അതേപോലെ തന്നെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മാനുവൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണോ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, അത് നടപ്പിലാക്കിയിരിക്കുന്നതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യും. ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ ഈ ഒരു അസസ്മെന്റിന്റെ ബേസിൽ അസസർ എന്ത് ചെയ്യും, അസസ്മെന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അത് പ്രിൻസിപ്പൽ അസസർ നമ്മുടെ ഓൺലൈൻ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇനി ഇതില് ഡീറ്റെയിൽ ഓഫ് നോൺ കൺഫോമിറ്റി, എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ക്ലിയർലി അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ കയറിയിട്ട് അതിലെ റിപ്പോർട്ടും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും നോൺ കൺഫോമിറ്റീസ്, എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതാണ് പിന്നീട് പറയുന്നത് റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട്. The hospital shall take necessary corrective action on the non-conformities and upload the request
document as an evidence for corrective actions. ഇനി നമ്മളുടെ പ്രിൻസിപ്പൽ അസസർ ഈ റിപ്പോർട്ട് എന്ത് ചെയ്തു ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ കെയർ ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നമ്മുടെ ഒരു സൈറ്റിൽ കയറി അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഹോസ്പിറ്റൽ അപ്പൊ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ പറഞ്ഞിട്ടുള്ള നോൺ കൺഫോമിറ്റീസ് ഉണ്ട്, പൊരുത്തക്കേടുകളുണ്ട്, അതെല്ലാം നോട്ട് ചെയ്തിട്ട് അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ആക്ഷൻസ് എടുത്തു എന്നുള്ള എവിഡൻസും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺ സക്സസ്ഫുൾ സബ്മിഷൻ ഓഫ് കറക്റ്റീവ് ആക്ഷൻ ബൈ ദ ഹോസ്പിറ്റല് ഈ പറഞ്ഞിട്ടുള്ള തെറ്റുകളെല്ലാം കറക്റ്റ് ചെയ്തു, കറക്റ്റീവ് ആക്ഷൻസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ the same shall be reviewed by the principal assessor. പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ അതൊന്ന് റിവ്യൂ ചെയ്യും. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ക്യാൻ അവൈൽ ഓൺലി 2 cycles ഓഫ് കറക്റ്റീവ് ആക്ഷൻ. 2 പ്രാവശ്യം മാത്രമേ ഇങ്ങനെയുള്ള നോൺ കൺഫോമിറ്റീസ് പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 cycles ഓഫ് കറക്റ്റീവ് ആക്ഷൻസ് മാത്രമേ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 2 കറക്റ്റീവ് ആക്ഷൻസിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. Then after satisfactory corrective action is taken by the hospital, the accreditation committee examine the assessment report. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അക്രഡിറ്റേഷൻ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് ഒന്നും കൂടി എന്ത് ചെയ്യും, അസസ് ചെയ്യും. Further information received for the hospital and corresponding verification കാര്യങ്ങളും കണ്ടക്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The accreditation committee shall make appropriate recommendation regarding accreditation of the hospital. നമ്മൾ ഇത്രയും രണ്ട് സൈക്കിൾ ഓഫ് കറക്റ്റീവ് ആക്ഷൻസ് കൊടുത്തു, കറക്റ്റ് ചെയ്തു, കൺഫോമിറ്റീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ കമ്മിറ്റി എന്ത് ചെയ്യും, തീരുമാനിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ദെൻ ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് NAB ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 4 years ആണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. എത്ര വർഷമാണ്? 4 years ആണ് വാലിഡിറ്റി. NAB shall issue an accreditation certificate to the hospital with a validity of 4 years. അത് നോട്ട് ചെയ്യണം, എത്ര വർഷമാണ് അതിന്റെ വാലിഡിറ്റി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ലക്ഷ്മി മ്യൂട്ട് ആവണം. ഓക്കെ, അപ്പൊ NAB ആണ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റൽസിന് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര വർഷമാണ് വാലിഡിറ്റി? 4 years ആണ് വാലിഡിറ്റി. The certificate has UNCUN number and the date of validity. സർട്ടിഫിക്കറ്റിന് UNCUN നമ്പർ ഉണ്ടാവും, അതേപോലെ തന്നെ വാലിഡിറ്റി അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര നാളത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി എന്നുള്ളത്. The certificate is accompanied by scope of accreditation. Accreditation scope കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. The applicant hospital must make all the payment due if to NAB before the issue of certificate. അപ്പൊ നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റല് എന്തെങ്കിലും ഡ്യൂസോ പേയ്മെന്റ്സോ കാര്യങ്ങളോ NAB കൊടുക്കാനുണ്ടെങ്കിൽ അത് പേ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് NAB ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ്. NAB ആണ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ്സ് ഹോസ്പിറ്റലിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 years ആണ്. സർട്ടിഫിക്കറ്റിന് UNCUN നമ്പറും ഡേറ്റ് ഓഫ് വാലിഡിറ്റിയും അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു സർട്ടിഫിക്കറ്റിൽ അതിന്റെ സ്കോപ്പ് ഓഫ് അക്രഡിറ്റേഷനെ കുറിച്ചിട്ടും കാര്യങ്ങളും അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആപ്ലിക്കൻസ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പേയ്മെന്റ്സ് NAB-ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേയ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പേയ്മെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നോക്കിയത് ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ അക്രഡിറ്റേഷൻ കമ്മിറ്റി എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുള്ള നോൺ കൺഫോമിറ്റീസും കാര്യങ്ങളും ഹോസ്പിറ്റല് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ കമ്മിറ്റി എന്ത് ചെയ്യും,
ഈ നമ്മുടെ അസസ്മെന്റ് റിപ്പോർട്ട് നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്യും, എക്സാമിൻ ചെയ്തതിന് ശേഷം അവര് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 years ആണ്. ഓരോ സർട്ടിഫിക്കറ്റിനും അൺക്യൂഡ് ആയിട്ടുള്ള എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള അൺക്യൂഡ് നമ്പേഴ്സ് ആയിരിക്കും ആ സർട്ടിഫിക്കറ്റിന് വരുന്നത്. മാച്ച് ആവില്ല. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് വാലിഡിറ്റി അതിൽ പറഞ്ഞിട്ടുണ്ടാവും, എത്ര നാളത്തേക്കാണ് വാലിഡ് എന്നുള്ളത്. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് അക്രഡിറ്റേഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്കോപ്പും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഗ്രാന്റ് ആവാനായിട്ട് എന്തെങ്കിലും പേയ്മെന്റ് നമ്മൾ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ, ലാബില് എന്തെങ്കിലും പേയ്മെന്റ് കാര്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ പേയ്മെന്റ് കൂടി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം പറയുന്നത്. ഇനി സർവൈലൻസ് ആൻഡ് റീ അസസ്മെന്റിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. നിരീക്ഷണവും റീ അസസ്മെന്റും ആണ്. എപ്പോ വേണമെങ്കിലും ലാബിന് വീണ്ടും അസസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള അധികാരം ആർക്കുണ്ട്? ലാബിനുണ്ട് കേട്ടോ. നമുക്ക് ലാബിന് ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലൊക്കെ പെട്ടെന്ന് മേ ബി എന്തെങ്കിലും എന്താ പറയാ മീഡിയയിലൊക്കെ ന്യൂസ് വരില്ലേ, ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ ലാബിന് സ്വയമേ വീണ്ടും അക്രഡിറ്റേഷനും വീണ്ടും അസസ്മെന്റ് നടത്താനുള്ള അധികാരമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സർവൈലൻസ് ആൻഡ് റീ അസസ്മെന്റ് ആണ്. Accreditation to the hospital shall be valid for a period of 4 years. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 4 വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി വരുന്നത്. NAB shall perform surveillance before completion of 20 to 24 months. നാബിന് ഈ ഒരു സർവൈലൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും 20 to 24 monthsനുള്ളിൽ. ഡേറ്റ് ഓഫ് അക്രഡിറ്റേഷൻ ഇതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സർവൈലൻസും ഈ നിരീക്ഷണവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 20 to 24 months since the date of accreditation of the accredited hospital. അക്രഡിറ്റേഷൻ കിട്ടി 20-24 മാസത്തിനുള്ളിൽ ഈ ഒരു സർവൈലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. The hospital shall pay the annual fee every year. ഈ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും ഹോസ്പിറ്റൽ ആനുവൽ ഫീ പേ ചെയ്യണം. ആനുവൽ ഫീ പേ ചെയ്യണം എല്ലാ വർഷവും. 4 വർഷത്തേക്കാണല്ലോ അക്രഡിറ്റേഷൻ ഗ്രാന്റ് ചെയ്യുന്നത്. ആ 4 വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആനുവൽ ഫീ നമ്മൾ നാബിന് പേ ചെയ്യേണ്ടതാണ്. ബിഫോർ ദ ഫൈനൽ അസസ്മെന്റ്, നമ്മൾ ഫൈനൽ അസസ്മെന്റിന് മുമ്പ് ദ ഫസ്റ്റ് ആനുവൽ ഫീ ഈസ് പെയ്ഡ്. ഫൈനൽ അസസ്മെന്റിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു ആനുവൽ ഫീ പേ ചെയ്യുന്നത്. And it is valid till the end of the first year. So, in the date 21st November 2025. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആനുവൽ ഫീ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് വരെയാണ് വാലിഡിറ്റി ഉള്ളത്? November 2026 വരെ ആയിരിക്കും വാലിഡിറ്റി. ആ ഡേറ്റ് ആണ് അവർ നോക്കുന്നത്. ഈ ആനുവൽ ഫീന്റെ ഡേറ്റ് ഒരു ഇയർ ആയോ എന്നായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ അസസ്മെന്റ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ അന്ന് മുതൽ എന്നല്ല നമ്മൾ നോക്കുന്നത്. ആ പേയ്മെന്റ് കൊടുത്ത് നെക്സ്റ്റ് ഇയർ ആവുന്നത് വരെ ആണ്. നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ അടുത്ത പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണം. ഓക്കെ, ബിഫോർ ദ ഫൈനൽ അസസ്മെന്റ് the first annual fee is paid and it is valid till the end of the first year from the date of accreditation. Accreditation first year വരെ നമുക്ക് ആ ഒരു പേയ്മെന്റ്. അപ്പൊ നെക്സ്റ്റ് ആ ടൈം ആകുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് പേയ്മെന്റ് ഡ്യൂ ആവും. Since the annual fee shall be due on the same date month every year. ഇപ്പൊ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് 21st November 2025 നെക്സ്റ്റ് ഈ ഒരു ഡേറ്റ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ആനുവൽ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ അങ്ങനെ 4 വർഷവും ഈ ഒരു ആനുവൽ ഫീ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മുടെ ലാബിന് പേ ചെയ്യണം. The hospital needed to apply online for renewal of accreditation at least 6 months before the expiry of the validity of accreditation for which reassessment shall be conducted. ഇപ്പോ നമ്മൾ 4 വർഷം കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? 4 വർഷം ആകുമ്പോൾ അതിന്റെ ആ ഒരു വാലിഡിറ്റിയും കാര്യങ്ങളും പോകും. അപ്പൊ 4 വർഷം ആവുന്നതിന് മുമ്പ്, ഒരു 6 മാസം മുമ്പ്, എക്സ്പയറിക്ക് മുമ്പായിട്ട് നമ്മൾ റീഅസസ്മെന്റിനുള്ള ഫോം നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. വീണ്ടും അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.
ഇവര് ഈ അസസ്മെന്റും കാര്യങ്ങളും വീണ്ടും കണ്ടക്ട് ചെയ്യും. അപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. പിന്നെ അതേപോലെ 4 വർഷം കഴിയുമ്പോഴേക്കും ലാബിന്റെ സ്റ്റാൻഡേർഡിൽ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ വീണ്ടും അതെന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണം. അതിനുശേഷം അസസ്മെന്റ് കണ്ടക്ട് ചെയ്ത് നമുക്ക് വീണ്ടും അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. Then NAB may call for unannounced visit. NABിന് unannounced visit കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും based on any concern or any serious incidents. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോഴോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള വിസിറ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യും. upon by an individual or an organization or media. ഒരു വ്യക്തിയോ ഒരു ഓർഗനൈസേഷനോ ചിലപ്പോ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യും അല്ലെ, ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കാര്യങ്ങൾ മീഡിയാസിൽ റിലീസ് ആവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ ഇൻസിഡൻസോ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒരു അൺഅനൗൺസ്ഡ് വിസിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ലാബിന് അധികാരമുണ്ട്. അത് തെളിയാണ് എന്താ വെച്ചാൽ അങ്ങനൊരു എന്താണ് തെറ്റ് ഹോസ്പിറ്റൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ അവർക്കത് ക്യാൻസൽ ആയി പോകും. ആ ഒരു അംഗീകാരം അവർക്ക് പിന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് സർവേലൻസ് ആൻഡ് റീഅസസ്മെന്റ് ആണ്. ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 months ആണ്. നമ്പർ ഒരു സർവേലൻസ് നമ്മള് ഒരു സർവേ ഒരു നിരീക്ഷണം നടത്താറുണ്ട്. ഒരു 24 മാസം വരെ നമ്മള് ഹോസ്പിറ്റലിൽ കറക്റ്റ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണവും കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലും ആനുവൽ ഫീ എവറി മന്ത് ഈ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അന്ന് മുതൽ നെക്സ്റ്റ് ഇയർ വരെയാണ് 1 year ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ 1 year ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ അന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ഫീ പേ ചെയ്യേണ്ടതാണ്. ആനുവൽ ഫീ ഡ്യൂ ആകുമ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് പേ ചെയ്യണം. ആ 4 years നമ്മൾ കറക്റ്റ് ആയിട്ട് ആനുവൽ ഫീ നമ്മൾ നാബിന് പേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആനുവൽ ഫീ ഷാൽ ബി ഡ്യൂ ഓൺ ദ സെയിം ഡേറ്റ് ആൻഡ് മന്ത് എവറി ഇയർ. എല്ലാ മാസവും അതെ കറക്റ്റ് ആയിട്ട് ഒരു മാസം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഞാൻ പറഞ്ഞതനുസരിച്ച് 21st November ആണ്. എല്ലാ 21st November നമ്മൾ ഈ ഒരു ആനുവൽ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 years ആണ്. സോ ഒരു 6 months ബിഫോർ 4 yearനെ 6 months ബിഫോർ നമ്മൾ ഓൺലൈൻ ആയിട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് റിന്യൂവൽ ഓഫ് അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ റീഅസസ്മെന്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അക്രഡിറ്റേഷൻ നമ്മുടെ ലാബ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അസസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ലാബിന് എപ്പോ വേണമെങ്കിലും ഒരു അൺഅനൗൺസ്ഡ് വിസിറ്റ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇൻസിഡൻസോ ഇവന്റ്സോ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെതിരെ ഇൻഡിവിജ്വൽസോ ഓർഗനൈസേഷൻസോ കേസിനൊക്കെ പോകുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ മീഡിയയില് ഹോസ്പിറ്റലിനെതിരെ ബാഡ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ വരുമ്പോൾ ലാബിന് അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള വിസിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒരു വിസിറ്റ് കണ്ടക്ട് ചെയ്യും. അസസ്മെന്റിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ലാബ് അക്രഡിറ്റേഷൻ ക്യാൻസൽ ആയി പോകും. ഓക്കെ, നിങ്ങൾ എന്താണ് ഇഷ്യൂ ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റും സർവൈലൻസ് ആൻഡ് റീഅസസ്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കേടാ, നമ്മൾ പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് പോകാനാണെങ്കിൽ നല്ലതായിരിക്കും. ടെസ്റ്റ് വാങ്ങിച്ചില്ലേ നിങ്ങള്? ടെസ്റ്റ് വാങ്ങിച്ചിട്ടില്ല? മാക്സിമം ടെസ്റ്റ് വാങ്ങിക്കാൻ നോക്കാം. കിട്ടിയിട്ടില്ല? ഓർഡർ എടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞതില് ആ ഒരു പീരീഡ് ഓഫ് വാലിഡിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 4 years ആണ് അല്ലെ? ഓരോ സർട്ടിഫിക്കറ്റിനും സെപ്പറേറ്റ് അൺകിൽ നമ്പർ, യൂണിക് നമ്പറും ഡേറ്റ് ഓഫ് വാലിഡിറ്റിയും ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. സർട്ടിഫിക്കറ്റില് സ്കോപ്പ് ഓഫ് അക്രഡിറ്റേഷനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാവും. പിന്നെ 4 years വാലിഡിറ്റി. നമ്മൾ സർവേലൻസ് എത്ര നാളത്തേക്ക് കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് നോട്ട് ചെയ്യാം. ദെൻ ആനുവൽ ഫീ പേ ചെയ്യണം. ഹോസ്പിറ്റൽ ഷാൽ പേ ആനുവൽ ഫീ എവറി ഇയർ ആണോ 4 year ആണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പൊ എല്ലാ വർഷവുമാണ് എന്ത് പേ ചെയ്യേണ്ടത്? ആനുവൽ ഫീ നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ റീഅസസ്മെന്റിന് ഏത് മന്തിലാണ്, ഏത് മന്ത് ആവുമ്പോഴേക്കും നമ്മൾ റീഅസസ്മെന്റിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. Apply online for renewal of accreditation at least 6 months before the expiry of the validity of accreditation. Accreditationന്റെ വാലിഡിറ്റി തീരുന്നതിന് ഒരു 6 മാസം മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു എന്താ പറയാ റിന്യൂവല് റിന്യൂവലിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് നോട്ട് ചെയ്യണം. നിങ്ങൾ ലെക്ചർ ടെസ്റ്റ് കിട്ടാത്ത ഒരാളാണെങ്കിൽ എന്തായാലും ലെക്ചർ നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. കേട്ടോ ശ്രീലക്ഷ്മി? അപ്പൊ നല്ലതായിരിക്കും. ലെക്ചർ നോട്ട് എഴുതി പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതി പോവാം. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, മോക്ക് ടെസ്റ്റും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യനും പോർഷനും ഏകദേശം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ട്? ടഫ് ആണോ സിമ്പിൾ ആണോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ അത്? ലാസ്റ്റ് അല്ലെങ്കിൽ എക്സാം ആവുമ്പോ അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണോ? ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ലാസ്റ്റത്തേക്ക് വെക്കണ്ട കേട്ടോ. പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ടൈമിൽ എക്സാമിലേക്ക് ടൈം വരുമ്പോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ വിട്ടിട്ട് പോകും. ഓക്കെ, എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ചിലപ്പോൾ നാളെ കിട്ടുള്ളൂ അല്ലെ? അങ്ങനെ ചെറിയൊരു ഇതുണ്ട് അല്ലെ? കുഴപ്പമില്ല. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക. മാക്സിമം ചില കുട്ടികൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നോട്ടിൽ എഴുതി എടുക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ഓരോ മോക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്ത് ഇതിൽ കയറി അറ്റൻഡ് ചെയ്യേണ്ട വരില്ല. ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണെങ്കിൽ ആ ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, അത് എഴുതുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അതൊക്കെ നല്ലൊരു ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കാൻ നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റിൽ അല്ലേ ക്വസ്റ്റ്യൻസ് വരുന്നത്? എന്തുദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അങ്കിത. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ വരില്ല എന്നാണ് ഉദ്ദേശിച്ചത്? മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, നമുക്ക് പോർഷനിലേക്ക് വരാം. ഫോക്കസ് അസസ്മെന്റ് ആണ്. ഫോക്കസ് അസസ്മെന്റ് ഡൺ ഇൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വേർ ആർ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. Focus assessment are done in healthcare organization when there are any significant changes with regard to the healthcare activities and operation.
നമ്മുടെ ഫോക്കസ് അസസ്മെന്റ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴാണ് ഫോക്കസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. Such changes in the scope of accreditation may be changes of address, addressൽ വല്ല മാറ്റം വരുന്നു, ലൊക്കേഷൻ മാറുന്നു, changes in the environment, key technical personsലോ അങ്ങനെയൊക്കെ മാറ്റം വരുമ്പോഴാണ് നമ്മൾ ഒരു ഫോക്കസ് അസസ്മെന്റ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നത്. Hospitals are asked to view the policies and procedures relating to the focus visit to the accredited hospital by visiting the ഫോളോയിങ് ലിങ്ക്. അപ്പൊ നമ്മൾ ഈ ഒരു ലിങ്കിൽ കൂടെ കയറി നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് വിസിറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ നമ്മളുടെ പോളിസീസിലോ പ്രൊസീജിയേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സിലൊക്കെ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ഫോക്കസ് അസസ്മെന്റും കൂടി നമ്മൾ എന്ത് പറയും, കണ്ടക്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ഈ ഒരു ഫോളോയിങ് ലിങ്ക് വഴി നമുക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫോക്കസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ കെയർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാറ്റാണ്. അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നമ്മളിപ്പോ മാറിയിരിക്കുന്ന സ്ഥാപനത്തിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് ഫോക്കസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്ത് അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കാര്യങ്ങൾ നമുക്ക് പിന്നീട് അതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസില് ഓപ്പറേഷനില് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന അസസ്മെന്റിനെയാണ് ഫോക്കസ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്തെല്ലാം ചേഞ്ചസ് ആണെന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് അക്രഡിറ്റേഷൻ, അക്രഡിറ്റേഷന്റെ സ്കോപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചേഞ്ചസ് ഓഫ് അഡ്രസ്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്രസ് ലൊക്കേഷനിൽ മാറ്റം വന്നിട്ടുണ്ട്, ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്, മേ ബി കീ ടെക്നിക്കൽ പേഴ്സൺസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ പേഴ്സൺസ് ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലില്, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കീ ടെക്നിക്കൽ പേഴ്സൺ, ആ പേഴ്സണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെ അത് അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ആസ്പെക്ട് ടു വ്യൂ എന്താണ് നമ്മള് പുതിയ പോളിസീസും പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നാമിന്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കും ഒരു ഫോക്കസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അത് ഈ ഒരു ലിങ്ക് വഴിയാണ് നമ്മൾ ആ റിക്വസ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇനി ലാബിന്റെ കാര്യത്തിൽ നമ്മൾ സർപ്രൈസ് വിസിറ്റ് അല്ലെങ്കിൽ സർപ്രൈസ് അസസ്മെന്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മള് ആരെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിനെതിരെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെതിരെ കംപ്ലൈന്റോ അല്ലെങ്കിൽ കേസോ എന്തെങ്കിലും കേസോ കാര്യങ്ങൾ മീഡിയയിൽ റോങ് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിനെതിരെ വരാണെങ്കിൽ നാം എന്ത് കണ്ടക്ട് ചെയ്യും, സർപ്രൈസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. ഹോസ്പിറ്റലിലെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർപ്രൈസ് വിസിറ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്താണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടി ആരെടുക്കും, അസസ്മെന്റ് ടീം എടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സർപ്രൈസ് അസസ്മെന്റ് എന്നാണ്. Now may we conduct surprise assessment at accreditation hospital periodically to evaluate compliance to accreditation standard as hospital are expected to adhere to the NAM accreditation standard at any given point of time once hospital care organization is accredited. NAM-ന് സർപ്രൈസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽസിൽ പീരിയോഡിക്കലി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം നമ്മൾ ആ പറഞ്ഞിട്ടുള്ള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, പരിപാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അഡ്ഹർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ഗിവൺ പോയിന്റ് ഓഫ് ടൈം വൺസ് എപ്പോ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എന്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ഒരു സർപ്രൈസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സർപ്രൈസ് വിസിറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്സ് ഇൻ റെസ്പോൺസ് ടു അഡ്വൈസ് മീഡിയ റിപ്പോർട്ട്. എന്ന് വെച്ചാല് ചില സിറ്റുവേഷനിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും ഹോസ്പിറ്റലിനെ കുറിച്ച് വരും അല്ലെ. റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നത് വരുമ്പോൾ നമ്മൾ നാബ് ഓട്ടോമാറ്റിക്കലി നാബ് സ്വയമേ എന്ത് ചെയ്യും, ഈ ഒരു അസസ്മെന്റ് സർപ്രൈസ് വിസിറ്റ് കണ്ടക്ട് ചെയ്യും. Hospital are requested to view the policies and procedures relating to surprise visit to
to an accredited hospital by visiting the following link. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽസിന് ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും എന്താണ് സർപ്രൈസ് വിസിറ്റിനെ കുറിച്ചിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അക്രഡിറ്റേഷൻ അതോറിറ്റി ഈ ഒരു ലിങ്ക് വഴി നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന പോളിസീസും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതും ക്രോസ് ചെക്ക് ചെയ്യും. പിന്നെ നേരിട്ട് ഹോസ്പിറ്റലിൽ വന്ന് അവരെ സർപ്രൈസ് വിസിറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മളുടെ ആ ഒരു അംഗീകാരം കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇനി സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു അധികാരം അവർ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് തരും. ആ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആയിപ്പോകും. അപ്പൊ ഹോസ്പിറ്റൽ ജസ്റ്റ് ആ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 100% ആർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഹോസ്പിറ്റൽസിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ വേണം ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും. ഓക്കെ, നമ്മൾ പറഞ്ഞ 2 അസസ്മെന്റ് ആണ്. ഒന്ന് ഫോക്കസ് അസസ്മെന്റ് ആണ്. ഫോക്കസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് റിഗാർഡിംഗ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലും ആക്ടിവിറ്റീസിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴാണ് ഫോക്കസ് അസസ്മെന്റ് വരുന്നത്. ഇതിൽ എന്തെല്ലാം മാറ്റങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ സ്കോപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്രസ്സിൽ ലൊക്കേഷനിൽ മാറ്റം വരുന്നു, എൻവയോൺമെന്റിൽ മാറ്റം വരുന്നു, കീ ടെക്നിക്കൽ പേഴ്സൺസിന് ചേഞ്ചസ് വരുന്നു. അങ്ങനെയെല്ലാം വരുമ്പോൾ അക്രഡിറ്റേഷൻ അതോറിറ്റി ഫോക്കസ് അസസ്മെന്റ് വേണ്ടിയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് സർപ്രൈസ് അസസ്മെന്റ്. ഇപ്പോൾ സർപ്രൈസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ലാബിന് 4 ഇയേഴ്സിൽ എപ്പോ വേണമെങ്കിലും ലാബിന് എന്ത് ചെയ്യാൻ പറ്റും, സർപ്രൈസ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിന് മുമ്പായിട്ട് അവരുടെ പോളിസീസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നാബിന്റെ ലിങ്ക് വഴി നമ്മൾ അപ്ലോഡ് ചെയ്തതായിട്ട് വരും. അതേപോലെ തന്നെ നാബി ഏത് ടൈമിൽ വേണമെങ്കിലും സർപ്രൈസ് വിസിറ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സർപ്രൈസ് വിസിറ്റ് ആ ഒരു 4 ഇയേഴ്സ് നമുക്ക് എപ്പോ വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഫോക്കസ് അസസ്മെന്റ് ആൻഡ് സർപ്രൈസ് അസസ്മെന്റ് ഒന്ന് വായിച്ചേ. റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ.
എല്ലാവരും റെഡി ചെയ്തോ? ഓക്കെ, അപ്പൊ നോക്കാം. ഗൈഡ് ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ദ അക്രഡിറ്റേഷൻ മാർക്ക്. അക്രഡിറ്റേഷൻ മാർക്ക് യൂസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് യൂസ് ചെയ്യാൻ പാടുണ്ട്, അത് ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതിന്റെ ലോഗോസും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് പറയുന്നുണ്ട്? നാബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അക്രഡിറ്റേഷൻ മാർക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്, അതിനുവേണ്ട ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഇമേജ് കാണുന്നുണ്ടോ? ഇതാണ് അക്രഡിറ്റേഷൻ മാർക്ക് എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ മാർക്കാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് കേട്ടോ. നോക്കാം. Guidelines for using the accreditation mark. The accredited hospital should make sure that guidelines relating to display NAB logo, accreditation mark are adherent. Accredited ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് എപ്പോഴും കുറച്ച് മേക്ക് ഷുവർ നമ്മൾ അക്രഡിറ്റേഷൻ മാർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യണം, അതിന്റെ ലോഗോസ്, അക്രഡിറ്റേഷൻ മാർക്കുകൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വേണ്ട ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇനി മിസ്യൂസ് ഓഫ് ദ ലോഗോ, സപ്പോസ് നമ്മൾ ആ ലോഗോസ് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ മാർക്ക് ക്യാൻ ബി ലീഡ്സ് ടു അഡ്വേഴ്സ് ആക്ഷൻ ബീയിങ് taken against the hospital by NAB beside the legal action. അപ്പോ അഡ്വേഴ്സ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും നാബ് ആ ഹോസ്പിറ്റലിനെതിരെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ മിസ്യൂസ് ഒരു കാരണവശാലും നാബിന്റെ ആ ഒരു മാർക്കോ അല്ലെങ്കിൽ ലോഗോസോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഹോസ്പിറ്റൽ ആർ റിക്വസ്റ്റഡ് ടു വ്യൂ guidelines relating to use of NAB logo accreditation mark by visiting the following link. താഴെ പറയുന്ന ലിങ്ക് കയറാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അക്രഡിറ്റേഷൻ മാർക്ക് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിന് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസും കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. അപ്പോ ഇതിൽ പറയുന്ന സിമ്പിൾ ആണ്, ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് ദ അക്രഡിറ്റേഷൻ മാർക്കാണ്. നമ്മൾ അക്രഡിറ്റേഷൻ ലോഗോ മാർക്കും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അൺനെസസറി ആയിട്ടോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാബ് അതിനെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കും. ശ്രദ്ധിച്ചു വേണം അക്രഡിറ്റേഷൻ മാർക്കും അതേപോലെ തന്നെ നമ്മുടെ നാബിന്റെ ലോഗോയും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് ആണ്. A hospital accredited by NAB has entered into an agreement with NAB from the date of accreditation. Accreditation കിട്ടിയ ഒരു ഹോസ്പിറ്റലിന് NAB ആയിട്ട് ആ ഡേറ്റ് ഓഫ് അക്രഡിറ്റേഷൻ അന്ന് തന്നെ നമുക്ക് NAB ആയിട്ടൊരു എഗ്രിമെന്റിലേക്ക് എത്തും. The certificate of accreditation will be dispatched to the hospital only after this agreement. ഈ ഒരു എഗ്രിമെന്റിൽ നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് ഓഫ് അക്രഡിറ്റേഷൻ നമുക്ക് റിസീവ് ചെയ്യുന്നത്. ഹാസ് ബീൻ റിസീവ്ഡ് ബൈ ദ നാബ് സെക്രട്ടേറിയറ്റ്. നാബ് സെക്രട്ടേറിയറ്റിന് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് അക്രഡിറ്റേഷൻ നമുക്ക് അയക്കുള്ളത്. Hospital are requested to view the standard agreement by visiting the following link. ഇപ്പൊ നാബിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നാബ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അക്രഡിറ്റേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഗൈഡ് ലൈൻസ് യൂസിങ് ദ അക്രഡിറ്റേഷൻ മാർക്ക്. അക്രഡിറ്റേഷൻ മാർക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നാബിന്റെ വെബ്സൈറ്റിലുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നാബിന്റെ ലോഗോ ആയാലും അക്രഡിറ്റേഷൻ മാർക്ക് ആയാലും അവർ പറഞ്ഞിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ നാബ് നമുക്കെതിരെ അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻസ് എടുക്കും. ഓക്കെ, അത് നമ്മൾ മാക്സിമം അവർ പറഞ്ഞിട്ടുള്ള രീതിയിൽ മാത്രം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം, അംഗീകാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഹോസ്പിറ്റലും നാബും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യണം. ആ എഗ്രിമെന്റിൽ എൻട്രി ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഈ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പൊ ആ ഒരു എഗ്രിമെന്റിന്റെ സ്റ്റാൻഡേർഡ് കാണാനായിട്ട് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ കയറിയാൽ മതി. ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയാ എങ്ങനെയാണ് ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ എന്തെല്ലാമാണ് അഗ്രിമെന്റ് സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് പറഞ്ഞിരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടും. ഒന്ന് റീഡ് ചെയ്ത്. റീഡ് ചെയ്ത് നോക്കിയോ നിങ്ങൾ? ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നമ്മളിനി നോക്കുന്നത് ഡിസ്ക്ലെയിമർ ആൻഡ് ഇൻഡെംനിറ്റി കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യൂലേ, അതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. Now reserve the right to act or even cancel the accreditation awarded to the hospital in the following condition. നമ്മുടെ ലാബിന് ഈ ഒരു നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ റൈറ്റ്സ് പോലെ തന്നെ അത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ്സ് മാർക്കുണ്ട്, ലാബിനുണ്ട്. ഏതെല്ലാം സിറ്റുവേഷനിലാണ് ലാബ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം, ആനുവൽ ഫീ പേ ചെയ്യണം. എല്ലാ ഇയറിലും നമ്മൾ ആനുവൽ ഫീ പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്യാതെ വരുമ്പോൾ അക്രഡിറ്റേഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യും നമ്പർ. ഇഫ് ദ റിക്വയർഡ് ഫീ ഈസ് നോട്ട് പെയ്ഡ് ഓൺ ടൈം, റിക്വസ്റ്റഡ് ഫീ കറക്റ്റ് ടൈമിൽ പേ ചെയ്തില്ലെങ്കിൽ ലാബ് അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Any adverse action taken by any regulatory body against the hospital. ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള ആക്ഷൻസ് മറ്റേതെങ്കിലും റെഗുലേറ്ററി ബോഡി എടുത്തിട്ടുണ്ടെങ്കിൽ നാബിന്റെ അക്രഡിറ്റേഷൻ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ പിന്നെ വരുന്നത് സീരിയസ് പേഷ്യന്റ് സേഫ്റ്റി ഇഷ്യൂസ് ആണ്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും നാബ് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത് ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദ സ്റ്റാൻഡേർഡ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം.
നമ്മൾ പറഞ്ഞില്ലേ 4 വർഷം കറക്റ്റ് ആയിട്ട് അക്രഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയതിന് ശേഷം 4 വർഷം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്ത പക്ഷം ഫെയിലിയർ ആണ്. ആ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മുടെ അക്രഡിറ്റേഷൻ റൈറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം NABിനുണ്ട്. Hospital are also advised to check NAB portal time to time for any important announcement and changes in standard. അപ്പോൾ ഹോസ്പിറ്റൽസ് എപ്പോഴും ഇടയ്ക്കെങ്കിലും നമ്മൾ NABിന്റെ പോർട്ടൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈം ടു ടൈം. കാരണം NAB അവരുടെ അനൗൺസ്മെന്റും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസും സ്റ്റാൻഡേർഡ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ NAB വെബ്സൈറ്റിൽ കയറിയാൽ മാത്രമായിരിക്കും, അത് വിസിറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരണം. വിച്ച് നീഡഡ് ടു ബി adherent by adherent hospital, sorry, adherent to by adherent ഹോസ്പിറ്റൽ. അംഗീകാരം കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് അത് അവർ മാറ്റുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അവ ചേഞ്ചസ് വരുത്തുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ ഹോസ്പിറ്റലിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞത് ഡിസ്ക്ലിമിനർ ആൻഡ് ഇൻഡെംനിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സപ്പോസ് ഏതെല്ലാം സിറ്റുവേഷനിലാണ് NAB അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യുന്നത്, ഏതെല്ലാം സിറ്റുവേഷൻ വരുമ്പോഴാണ് അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഫീ ഈസ് നോട്ട് പെയ്ഡ് ഓൺ കറക്റ്റ് ടൈം. നമ്മൾ ആ ടൈം പറഞ്ഞിട്ടുണ്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് അവർ ടൈമും ഡേറ്റും മന്തും അടക്കം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അക്രഡിറ്റേഷൻ കിട്ടി അന്ന് മുതൽ നെക്സ്റ്റ് 1 ഇയർ ആകുന്നത് വരെയാണ് ആ ടൈം പീരീഡ് ഉള്ളത്. അപ്പൊ ആ ടൈമിനുള്ളിൽ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഫീ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പേ ചെയ്യാത്ത വർഷം നമുക്ക് ആ ഒരു അംഗീകാരം ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, NABിനുണ്ട്. Then adverse action taken by any regulatory body. മറ്റ് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട് അല്ലെ, NAB കൂടാതെ മറ്റ് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. അവരാരെങ്കിലും NABിനെ നമ്മുടെ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു NABിനും അത് അന്വേഷിച്ചപ്പോ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യും. ഇനി നമ്മുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് സേഫ്റ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ NABിന് അംഗീകാരം ക്യാൻസൽ ചെയ്യും. NAB ഇത് ചെയ്യും, നമ്മൾ കൊടുത്ത അക്രഡിറ്റേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇനി നമ്മള് 4 വർഷം ഒരു വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അക്രഡിറ്റേഷന്റെ വാലിഡിറ്റി 4 ഇയേഴ്സ് ആണ്. ഈ 4 ഇയേഴ്സിൽ നമ്മൾ എപ്പോഴെങ്കിലും അറ്റ് എനി ടൈം നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തില്ല, കംപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ലാത്ത പക്ഷം NABിന് NABിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മുടെ അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Hospital are also advised to check the NAB portal time to time. നമ്മൾ കറക്റ്റ് ആയിട്ട് NAB പോർട്ടൽ ടൈം ടു ടൈം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം NAB വെബ്സൈറ്റിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റോ സ്റ്റാൻഡേർഡ്സ് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ഡിസ്ക്രിമിനർ ആൻഡ് ഇൻഡെംനിറ്റി ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓക്കെ ആണോ, ക്ലിയർ ആണോ ടോപ്പിക്? ഓക്കെ,
എനിക്കൊരു കാര്യം പറയാനുണ്ട്. നെക്സ്റ്റ് അവർ ആദ്രാമിസ് ആണല്ലോ, ആദ്രാമിസ് ലീവ് ആണ്. സോ ഞാനൊരു ഹാഫ് അവർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണം? ഒരു 5 minutes ബ്രേക്ക് വേണോ? എന്നിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? എങ്ങനെയാ, ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണ്ട. ഓക്കെ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? മേ ബി ചില ബ്രേക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറെ നാളത്തെ എഫേർട്സും കാര്യങ്ങളും സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ്സ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ വേരിയസ് ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, ഒബ്ജക്റ്റീവ്സ്, എലമെന്റ്സ്, നാബിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് കെയർ മെമ്പേഴ്സിന് അറിവുള്ളതായിരിക്കണം. നമ്മളിപ്പോ ഇതിനെ കുറിച്ച് വ്യക്തമായി അവർക്ക് ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കേണ്ടതാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Training, the journey of accreditation certification, that is from apply to grant accreditation in certification involves the awareness and training of all the members of healthcare organization. നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ മെമ്പേഴ്സിന് നല്ല രീതിയിലുള്ള അവയർനെസ്സും ട്രെയിനിങ്ങും കൊടുക്കണം. About the various chapters, standards, objectives, elements of NAB. നാബിനെ കുറിച്ചിട്ടുള്ള നാബ്സിന്റെ ചാപ്റ്റേഴ്സ് എന്തെല്ലാമാണ്, സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ മെമ്പേഴ്സിന് എല്ലാവർക്കും. The staff need to grasp the culture of the NAB by getting trained in the standards. നമുക്ക് ഈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടുമ്പോൾ നാബിന്റെ കൾച്ചറും കാര്യങ്ങളും നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അവർ ഫോളോ ചെയ്യുന്ന പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ദ ആപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ് ഇൻ എ റൈറ്റ് വേ സോ that the same can be implemented. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇൻ ദ റൈറ്റ് മാനർ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. NAB Secretariat arrange training session on understanding of NAB standards and implement them in organization in form of program on implementation. നമുക്ക് NAB സെക്രട്ടേറിയറ്റ് അതിനുവേണ്ടി ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യും. ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ researchers of taking their organization for accreditation. അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് എഫേർട്ട് എടുക്കുന്ന ഓർഗനൈസേഷനിൽ ഈ ഒരു പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കും. These sessions are taken by the faculty from the NAB who are senior assessor. അപ്പൊ ഈ ഒരു ഇംപ്ലിമെന്റേഷന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് നാബിൽ നിന്നുള്ള ഫാക്കൽറ്റി ആയിരിക്കും. മേ ബി അദ്ദേഹമായിരിക്കും സീനിയർ അസസർ ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അസസർ ആയിരിക്കും ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. The details of this training, date, venue, fee information are available in the NAB website. അപ്പൊ ഈ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ഡേറ്റ്, വെന്യൂ, ഫീ കാര്യങ്ങൾ നമ്മൾ പേ ചെയ്യണം, അതെല്ലാം NAB വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. NAB has taken a new initiative to conduct free master class on various topics under the rubrics NAB Quality Connect Learning with NAB.
അപ്പോൾ ലാബ് ഫ്രീ ക്ലാസ്സസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാറുണ്ട്. ചില വേരിയസ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതേപോലത്തെ ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നാബ് ക്വാളിറ്റി കണക്ട് ലേണിംഗ് വിത്ത് നാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ മാസ്റ്റർ ക്ലാസ് ആർ കണ്ടക്ടഡ് എവറി മന്ത്. എല്ലാ മാസവും ഈ ഒരു മാസ്റ്റർ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദ ടോപ്പിക് ഇൻക്ലൂഡ്, എന്തെല്ലാമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, നാബ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തെല്ലാമാണ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എങ്ങനെ ഫോളോ ചെയ്യണം, മാനേജ്മെന്റ് ഓഫ് മെഡിറ്റേഷൻ എങ്ങനെയാണ്, ഡോക്യുമെന്റ് കൺട്രോൾ, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ക്ലിനിക്കൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, നമ്മളുടെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, നമ്മുടെ ഹോസ്പിറ്റൽ വഴിയുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദിസ് ഗൈഡൻസ് മെറ്റീരിയൽസ് ഈസ് അവൈലബിൾ അറ്റ് റിസോഴ്സ് പേജ്. ഈ ഗൈഡൻസ് കൂടാതെ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും റിസോഴ്സ് പേജിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓഫ് നാബ് വെബ് പോർട്ടൽ കൈൻഡ്ലി വിസിറ്റ് ദ below link to attend training program being conducted by NAB. താഴെ പറയുന്ന ലിങ്കിൽ കയറാണെങ്കിൽ നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ആവുന്നത് ആ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസിലേക്കാണ്. ട്രെയിനിങ് എല്ലാ മാസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റല് നാബ് സർട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അത് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, നാബ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് അക്രഡിറ്റേഷന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഈ ഒരു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ ഓർഗനൈസേഷനുള്ള എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മെമ്പേഴ്സിനും ഈ നാബിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും അല്ലെങ്കിൽ അക്രഡിറ്റേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ നാബ് സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണ്, നാബിന്റെ ഒബ്ജക്റ്റീവ്സ്, ചാപ്റ്റേഴ്സ്, എലമെന്റ്സും കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഈ ട്രെയിനിങ്ങിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നാബിന്റെ ഒരു കൾച്ചർ മനസ്സിലാക്കാൻ ഈ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ, മെഷർ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റൽസിന് അവരുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. നാബ് സെക്രട്ടേറിയറ്റ് ആണ് ഈ ഒരു ട്രെയിനിങ് സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, നാബ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇംപ്ലിമെന്റ് ദം ഇൻ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ. ഇത് ഇംപ്ലിമെന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കുറച്ച് സീരിയസ് ആയിട്ട് വേണം ഈ ഒരു അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിൽ മെയിൻ ആയിട്ട് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നാബിന്റെ തന്നെ ഒരു ഫാക്കൽറ്റി ആയിരിക്കും, ഒരു സീനിയർ അസിസ്റ്റർ ആയിരിക്കും നാബിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹം ഡീറ്റെയിൽസ് ഓഫ് ദീസ് ട്രെയിനിങ്, അതില് നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും എവിടെ വെച്ചിട്ടാണ്, എത്രയാണ് ഫീ, ഡേറ്റും കാര്യങ്ങളൊക്കെ നാബ് വെബ്സൈറ്റിൽ നമുക്ക് കയറുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മാസവും നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാബ് ക്വാളിറ്റി കണക്ട് ലേണിംഗ് വിത്ത് നാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീ മാസ്റ്റർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്യുന്നതാണ് പറഞ്ഞത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്, മാനേജ്മെന്റ് ഓഫ് മെഡിറ്റേഷൻ, ഡോക്യുമെന്റ് കൺട്രോൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ നാബിന്റെ സൈറ്റിൽ കയറാണെങ്കിൽ നമുക്ക് റിസോഴ്സ് പേജിൽ നിന്ന് ഈ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാനും അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. എന്താണ് ട്രെയിനിങ് എന്നൊന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയിട്ട് പറയണോ കേട്ടോ. ഒന്ന് 2 പ്രാവശ്യം ഒന്ന് റീഡ് ചെയ്തു ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് കേട്ടോ. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, നമ്മള് ആദ്യം പഠിച്ച ആ ഒരു ഏരിയ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മള് ലാബിനെ കുറിച്ചിട്ട് വീണ്ടും നമ്മള് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ലാബിനെ കുറിച്ച് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ലാബിനെ കുറിച്ച് പറയാണ്. ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് നാബിന്റെ ഫുൾ ഫോം. എല്ലാവർക്കും അറിയാലോ അല്ലേ? NAB is a constant body of quality control of India. Quality control of India ഒരു ബോർഡാണ് NAB. നമുക്ക് 5 functioning bodies ആണ് quality control of India ഉള്ളത്. അതിൽ one of them ആണ് ഇത് NAB എന്ന് പറയുന്നത്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. സെറ്റപ്പ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ് സെറ്റപ്പ് ചെയ്യുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആണ് NAB എന്ന് പറയുന്നത്. എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2005. Formed in 2005, it is the principal accreditation for hospitals in India. 2005 ഫോം ചെയ്തെന്ന് പറയുന്നു. ബട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2006 എന്നാണ് കിടക്കുന്നത്. ടെസ്റ്റിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ.
ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്. ഫോർമഡ് എന്നല്ലേ പറഞ്ഞിരിക്കണേ, എക്സ്റ്റാബ്ലിഷ് 2006 ആണ്. 5 എന്നുള്ളതൊന്ന് എഡിറ്റ് ചെയ്തേക്കോ. വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ലാബ് എക്സ്റ്റാബ്ലിഷ് നമ്മുടെ ടെസ്റ്റിൽ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. ഓക്കെ, സോറി. ലാബ് എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2005 ആണ് കേട്ടോ. അങ്ങനെ തന്നെ പോയാൽ മതി. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ പ്രിൻസിപ്പൽ അക്രഡിറ്റേഷൻ ഫോർ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹോസ്പിറ്റൽസിന് വേണ്ട അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു അതോറിറ്റി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ആര്, നാബ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ലൈക്ക് ദ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ and its national accreditation board for hospitals and accreditation healthcare providers have designed an accepted healthcare standard for hospital and healthcare providers. നമ്മൾ ഒത്തിരി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ കുറിച്ചിട്ടും ഹെൽത്ത് ഹോസ്പിറ്റൽസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. എന്തെല്ലാമാണ് സ്റ്റാൻഡേർഡ്സ്, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നോക്കാം. ഹോസ്പിറ്റൽ ആർ അസസ്ഡ് ഓൺ ഓവർ 600 parameters. The standards are divided into patient-centered standard and the organization-centered standard. നമ്മൾ ഹോസ്പിറ്റൽസിൽ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നും മറ്റൊന്ന് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. To comply with these standard elements, the hospital will need to have process-derived approach in all aspects of hospital activities, from registration, admission, pre-surgery and post-surgery protocol. അതില് രണ്ടാമത് വന്നിരിക്കുന്ന ഈ ഒരു വേർഡിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് കേട്ടോ. Pre-surgery and post-surgery protocol, discharge from the hospital, to follow up with the hospital after discharge. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വെരിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. Not only the clinical accept but the governance accept are to process derived based on clear and transparent policies and protocol. അപ്പൊ നമ്മള് ഈ ഒരു ക്ലിനിക്കൽ ആക്സെപ്റ്റ് മാത്രമല്ല, നമ്മളുടെ എന്താ പറയാ, നമ്മളെ കുറച്ചുകൂടി നമ്മൾ ഈ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയറും ട്രാൻസ്പാരന്റും ആയിരിക്കണം. നമ്മുടെ എൻറ്റയർ പ്രോസസ്സ്, നമ്മളെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് വേണം അത് ചെയ്യാൻ. NAB focus on streamlining the entire operations of the hospital. നമ്മൾ NAB ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻസ് ആണ് NAB ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്ന ലാബിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു എ സ്മോൾ ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. NAB ഈസ് ഇക്വലന്റ് ടു JCI. JCIക്ക് ഇക്വലന്റ് ആണ് ആര്, NAB എന്ന് പറയുന്നത്. എന്താണ് JCI എന്ന് ഞാൻ പറയാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. നമ്മൾ JCIനെ കുറിച്ചിട്ടും ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ JCIക്ക് ഇക്വലന്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആണ് NAB. JCI and other international standards include HAS, Associated Authorities de Santa, Australian Council on Healthcare Standards, the Japan Council for Quality in Healthcare, and the National Committee for Quality Assurance in United States. ഇത്രയും സ്റ്റാൻഡേർഡ്സുകൾക്ക് സർട്ടിഫിക്കേഷൻ അതോറിറ്റിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി തന്നെയാണ് നമ്മളുടെ നാഷണൽ ബോർഡ് ഫോർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, നമ്മൾ NAB. ഈ പറഞ്ഞിട്ടുള്ള അതേ എന്താ പറയാ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അതോറിറ്റിക്ക് ഇക്വലന്റ് ആണ് NAB. Its standard have been accredited by
ISCA, the apex body accrediting and accreditors, hence making NAM accreditation at par with the world most leading hospital accreditation. നാമിന്റെ അംഗീകാരം എന്ന് പറയുന്നത് നാമിന് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് തന്നെ മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അംഗീകാരം തന്നെയാണ് നാബ് അംഗീകാരം എന്നുള്ളത്. നാബ് അക്രഡിറ്റേഷൻ എന്നുള്ളത് അത്യാവശ്യം നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഏത് നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. The official website of QCI should be referred for application and implementation of the healthcare standards. അപ്പോൾ നമുക്ക് QCIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. The Quality Council of India work under the guidance of Ministry of Commerce. ഈ Quality Council of India എന്ന് പറയുന്നത് Ministry of Commerceന്റെ കീഴിൽ വരുന്ന ഒരു അതോറിറ്റിയാണ് Quality Council of India. നമ്മൾ ഓൾറെഡി Quality Council of India അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും കൂടി നാമിനെ കുറിച്ച് നോക്കാം. നാബാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് നാബിന്റെ ഫുൾ ഫോം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അബ്രിവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാബ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം വരുന്നത്. അബ്രിവിയേഷൻ ആണ് നമ്മുടെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹെൽത്ത് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. കറക്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. It is a constant body of the Quality Council of India. One of the functional body ആണ് NAB എന്ന് പറയുന്നത്. Set up to establish and operate accreditation program for healthcare organization. Healthcare organizationൽ എന്താണ് accreditation programs എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഉള്ള ഒരു അതോറിറ്റിയാണ് ഏത് NAB എന്ന് പറയുന്നത്. ഫോം ചെയ്തിരിക്കുന്നത് 2005 It is the principal accreditation for hospitals in India. നമ്മുടെ ഇന്ത്യയിൽ അക്രഡിറ്റേഷന്റെ ഏറ്റവും പ്രിൻസിപ്പൽ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ അതോറിറ്റിയാണ് നാബ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ലൈക്ക് QCI, national and it's a national accreditation board for hospital and healthcare providers have designed നമ്മൾ ഒത്തിരി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഹോസ്പിറ്റൽസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സിനെ അല്ലെങ്കിൽ നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. To comply with these standard elements, the hospital will have a process derived approach in all aspects of hospital activities. നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻറ്റയർ ആക്ടിവിറ്റീസിൽ ഇത് നമ്മൾ നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് നമ്മളെ രജിസ്ട്രേഷൻ, അഡ്മിഷൻ, പ്രീ സർജറി, പോസ്റ്റ് സർജറി പ്രോട്ടോകോൾ, ഡിസ്ചാർജ്, പിന്നെ ഫോളോ അപ്പ്, ആഫ്റ്റർ ഡിസ്ചാർജ്, ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്ലിനിക്കൽ നോട്ട് ഓൺലി ഇനി ക്ലിനിക്കൽ ആക്സെപ്റ്റ് ബട്ട് ഗവൺമെന്റ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവേണൻസ് ആക്സെപ്റ്റും ക്ലിയർ ആയിരിക്കണം, ട്രാൻസ്പാരന്റും ആയിരിക്കണം. നാബ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷന്റെ ഒരു പർട്ടിക്കുലർ സെഷനെ അല്ല, എൻറ്റയർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റലാണ്, മൊത്തത്തിലുള്ള ഒരു ഓപ്പറേഷനെയാണ് നാബ് ഫോക്കസ് ചെയ്യുന്നത്. നാബ് എന്ന് പറയുന്നത് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി തന്നെയാണ്. JCI പോലുള്ള അതോറിറ്റിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് JCI. അത് ആ ഒരു അതോറിറ്റിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് നാബ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന് വേണ്ട അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഏറ്റവും അപെക്സ് ബോഡിയാണ് ഏത് നാബ് എന്ന് പറയുന്നത്. നമുക്ക് QCIയുടെ അല്ലെങ്കിൽ നാബിന്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് QCI, ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വർക്ക് അണ്ടർ ദ ഗവേണൻസ് ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് കീഴിലാണ് QCI വർക്ക് ചെയ്യുന്നത്. അതിലേക്കാണ് നമുക്ക് നാബില് പറയാനുള്ളത്. നാഷണൽ ബോർഡ് അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഒന്ന് റീഡ് ചെയ്യോ?
3 days നോക്കിയോ? ഓക്കെ. ദെൻ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിനി സ്റ്റാൻഡേർഡ്സ് അല്ലാതെ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, നോക്കാം. The term accreditation means systematic assessment of hospital against accepted standards. Accreditation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ആണ്. ഹോസ്പിറ്റൽസിൽ അവര് ആ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ആണ് accreditation എന്ന് പറയുന്നത്. Originally, accreditation was built for hospitals, but later it extended to primary care, blood bank, medical imaging service, and other healthcare sector. First of all, ആദ്യം accreditation build ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അത് പ്രൈമറി ഹെൽത്ത് കെയർ, ബ്ലഡ് ബാങ്ക്, ഇമേജിംഗ്, മെഡിക്കൽ ഇമേജിംഗ് സർവീസ്, ഹെൽത്ത് കെയർ സെക്ടറിലേക്കൊക്കെ അത് മൂവ് ആയിട്ടുണ്ട്. The origin of accreditation program was in United States of America. USA ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് QCIക്ക് മുമ്പായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. In 1970, the American College of Surgeons developed a program of minimum standard for hospitals. American College of Surgeons ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹോസ്പിറ്റൽസിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം എന്ന് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തത്. To assess and identify the suitable hospital for surgical training. അത് എന്തിനു വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അസസ് ചെയ്യുക, അതുപോലെ തന്നെ സ്യൂട്ടബിൾ ഹോസ്പിറ്റൽ സർജിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞത്. ദിസ് ഡെവലപ്ഡ് ഇൻടു മൾട്ടി ഡിസിപ്ലിനറി program of standardization. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്തു. ആൻഡ് in 1951 leads to the formation of Independent Joint Commission on Hospital Accreditation. ഇതിന്റെ ഭാഗമായിട്ട് 1951 ഇൻഡിപെൻഡന്റ് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ, ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അത് ഫോം ചെയ്തു. നമ്മുടെ ഇന്ന് അതിനെ പറയുന്ന പേര് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ്. All subsequent national program have been derived from this either directly or indirectly. പിന്നീട് നമ്മുടെ മറ്റുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാംസുകൾ, നാഷണൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഈ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സപ്പോർട്ടോട് കൂടിയാണ് ഡ്രൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയും സ്റ്റാൻഡേർഡ്സും നോക്കാം. ഇനി ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ബോറടി ആയിട്ട് തോന്നും അല്ലെ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. കാരണം ഞാൻ വിചാരിച്ചു ക്ലാസ് കണ്ടിന്യൂ ചെയ്തെടുക്കുകയാണെങ്കിൽ മിക്കവാറും സ്ട്രെങ്ത് വളരെ കുറഞ്ഞു പോകുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ സ്ട്രെങ്ത് കുറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് താങ്ക് യു. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നാബ് മുതൽ നമുക്ക് ഒന്നുകൂടി കണ്ടിന്യൂഷൻ പോലെ എടുക്കാം. നാബ് മുതൽ ഹിസ്റ്ററി ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. താങ്ക് യു ഓൾ.